നൂറു പൂക്കളെ ചതച്ചരച്ച കാലമേ, വാടുകില്ല വീഴുകില്ല ഈ ചുവന്ന പൂവുകൾ. ഈ ചുവന്ന പൂവുകൾ ചുവപ്പണിഞ്ഞതെങ്ങിനെ, മാറിടം പിളർക്കെ അമ്മമാർ കരഞ്ഞതെന്തിനാ? വർഗസമരജ്വാല കത്തുമീ ചരിത്ര വീഥിയിൽ, രക്തസാക്ഷികൾ മരിച്ചുയർത്തതാണി പൂവുകൾ. വാടുകില്ല വീഴുകില്ല ഈ ചുവന്ന പൂവുകൾ. ഉള്ളവൻ ഇല്ലാത്തവനെ കൊന്നിരുന്ന നാളുകൾ, കണ്ണുനീരടർന്നു മണ്ണിലു കുറഞ്ഞ നാളുകൾ. പണിയെടുത്തു പണിയെടുത്തു പ്രാണനറ്റ നാളുകൾ, കതിരു കൊയ്തു പതിരു തിന്നു പതിതരായ നാളുകൾ. ഇരുളു വീണ പണിയിടങ്ങളിൽ മുഴങ്ങി ശംഖൊലി, ഇങ്കുലാബിൻ മക്കളാണ് നമ്മളൊന്നു ചേരണം. കൃഷ്ണദാസ മാഷാണ്. മാഷ് ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ, അല്പം വൈകിയെങ്കിലും നമ്മുടെ MLA നമ്മുടെ എല്ലാ കാര്യത്തിലും സഖാവിന് ഇടപെടേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് തന്നെ പല തിരക്കുകളും മാറ്റിവെച്ച് കുറച്ച് നേരം വൈകിയാലും നമ്മുടെ ആകാംക്ഷയായി ഇവിടെ എത്തിപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാരാവശിയുടെ നിയന്ത്രണം തന്നെ എല്ലാ കാര്യത്തിലും എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളോട് സഹകരിക്കുന്ന നമ്മുടെ LC സെക്രട്ടറി കൃഷ്ണദാസ് ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ DYFIയുടെ മേഖലാ സെക്രട്ടറി അമലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വാഴമ്പുറം ബ്രാഞ്ചിൽ നിന്നുള്ള നമ്മുടെ LC മെമ്പർ മജീദ് ഖാനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ലീല എടുത്തത് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ LC മെമ്പർ സുഭാഷിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മുൻകാല സഖാക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ കൃഷ്ണദാസ മാഷിനെ ആദരവോടെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. 12 മണിക്ക് നമുക്ക് നടത്താൻ കരുതിയതായിരുന്നു. വിചാരിക്കാത്ത 2-3 കാര്യങ്ങൾ MLAയുടെ ഭാഗത്ത് വന്നുപെട്ടതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. അതുകൊണ്ട് എല്ലാവരോടും പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ ഇവിടെ എനിക്ക് ഈ ബ്രാഞ്ചിൻ്റെ ചുമതല കിട്ടിയപ്പോൾ ഇവിടുത്തെ DYFI കുട്ടികൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ റൂം എടുത്തിട്ടുണ്ട്, അതൊരു ഉദ്ഘാടനം നടത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെ വെറുതെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല, നമുക്കായി എന്തെങ്കിലും വ്യത്യസ്തത ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ സഖാവ് കൃഷ്ണന് വേണ്ടി ഒരു ബിരിയാണി ചലഞ്ച് നടത്താൻ തീരുമാനിച്ചത്. അത് വിചാരിച്ചതിനേക്കാൾ മികവുറ്റ രീതിയിൽ ആ പരിപാടി ആ കുട്ടികളെ നടത്തി. 1,20,235 രൂപ അതിൽ നമുക്ക് ബാലൻസ് ഉണ്ട്, അത് ഇന്ന് കൈമാറുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ കുറേ കാരണവന്മാരുണ്ട്, വർഷങ്ങളായിട്ട് നമുക്ക് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരുപാട് കാരണവന്മാരുണ്ട്, അവരെ ആദരിക്കണം എന്ന് പറഞ്ഞു. അവരോട്
പറഞ്ഞു ഇതിലൊരു വീഴ്ച വരുത്തരുത്, അതിൻ്റെ ലിസ്റ്റ് ഇട്ടോളും പറഞ്ഞു. ആ ലിസ്റ്റിൽ തന്നെ അവർ എത്ര കൃത്യമായിട്ടാണ് ആ ചർച്ച, ഇന്നലെ ഒരു 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്ത് 10-25 ആളുകളെ അവർ കണ്ടെത്തി, അവർ ഓരോ വീട്ടിലും പോയി ക്ഷണിച്ചു. അവർ കൃത്യമായി ഇവിടെ 11 മണി തൊട്ടിട്ട് തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ആ DYFI കുട്ടികൾക്ക് പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തും. മൂന്നാമത്തെ ഒരു കാര്യം, ഈ റൂം ഇങ്ങനെ ഇടാൻ പറ്റില്ല, വെറുതെ കളിതമാശയായിട്ട് ഈ റൂം ഇങ്ങനെ ഇടാൻ പറ്റില്ല എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 കാര്യമാണ്. ഒന്ന്, ഇവിടെയുള്ള ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക, അപേക്ഷ കൊടുക്കാൻ, ഒരു കാര്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉള്ളൊരു റൂമായിട്ട് മാറണം. ഒപ്പം ഒരു ലൈബ്രറി ആക്കി മാറ്റണം. പുസ്തകം സമാഹരിച്ച് എല്ലാ തരം ആളുകൾക്കും കുട്ടികൾക്കും കയറി ഇറങ്ങാൻ പറ്റുന്ന തരത്തിൽ ഒരു ലൈബ്രറി ആക്കി മാറ്റണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവർ ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത്രമാത്രം ഊർജ്ജസ്വലരായ കുട്ടികളാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏറ്റവും ഹൃദ്യമായ ഒരു ചടങ്ങാണ്, ഏറ്റവും മനോഹരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആദരണീയായ MLA അഡ്വക്കേറ്റ് ശംഖുമാരി അവരുടെ സാദരം ക്ഷണിക്കും. ഏറ്റവും പ്രിയ നിറഞ്ഞ യോഗാധ്യക്ഷൻ സഖാവ് കൃഷ്ണദാസ് മാസ്റ്റർ, സ്വാഗതം ആശംസിച്ചിട്ടുള്ള സഖാവ് റമീസ്, നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് കൃഷ്ണദാസ്, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, DYFIയുടെ മേഖലാ സെക്രട്ടറി, അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, ഇന്നിപ്പോൾ നമ്മുടെ പ്രദേശത്ത് സഖാവ് MK യൂസഫ് അലിൻ്റെ നാമധേയത്തിൽ മലമ്പുഴ യൂണിറ്റ് DYFIയുടെ ഒരു ഓഫീസ് കണ്ടെത്തുകയും അത് നാടിൻ്റെ പൊതുപ്രവർത്തന മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാകുകയും ചെയ്യുകയാണ്. അത്തരമൊരു ഉദ്യമത്തിന് നേതൃത്വം കൊടുത്ത ഈ പ്രദേശത്തിലെ പാർട്ടിയെയും അതുപോലെ തന്നെ DYFIയുടെ സഖാക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ വലിയ രൂപത്തിൽ അതിക്രമങ്ങളും പ്രതിരോധങ്ങളും ഏറ്റെടുക്കാൻ, അതിക്രമങ്ങൾക്കെതിരെ പോരാട്ടവും അതിനെതിരായിട്ടുള്ള പ്രതിരോധവും സൃഷ്ടിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ്. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റ് അക്ഷരാർത്ഥത്തിൽ ഫാസിസ്റ്റ് സമീപനം സ്വീകരിച്ച് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനവും എല്ലാം അട്ടിമറിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് രാഷ്ട്രീയമായി നമ്മുടെ ഇന്ത്യ കടന്നുപോകുന്നത്. ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ, അത് ഏത് മതവിശ്വാസിയായാണ്, അവർക്ക് ഈ സമൂഹത്തെ ജീവിക്കാനും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അതിൽ വിശ്വസിക്കാതിരിക്കാനും ഉൾപ്പെടെ ഉള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുകയാണ്. എന്നാൽ നാം കാണേണ്ടത്, നാളിതുവരെ നാം കെട്ടിപ്പടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ എല്ലാ സമ്പത്തിനും അധിപരായി നമ്മളെ തന്നെ അടിമകളാക്കിയ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പോരാട്ടം നടത്തിയ ചരിത്രമുള്ള ഈ ഇന്ത്യ രാജ്യം മതനിര
മതനിരപേക്ഷ ആശയങ്ങളെയും ജനാധിപത്യ ആശയങ്ങളെയും എല്ലാം അട്ടിമറിക്കപ്പെട്ട് ആയിരത്താണ്ടുകൾക്ക് മുൻപ് നമ്മുടെ രാജ്യം ഉപേക്ഷിക്കപ്പെട്ട ചില ധർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ മതത്തിന്റെ കൂട്ടുപിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത്. അതാണ് നാം തിരിച്ചറിയേണ്ടത്. അടുത്ത കാലത്തായി അവർ പറയുന്നത് നമ്മുടെ രാജ്യമാകെ തന്നെ ഒരു ഹിന്ദു സംസ്കാരമാക്കി മാറ്റണം, ഒരു ഭാഷയുടെ ഭാഗമാകണം, അത് ഹിന്ദി ആയിരിക്കണം, ഹിന്ദുത്വ സംസ്കാരം രാജ്യത്ത് കൊണ്ടുവരണം, അതിനുവേണ്ടി ഇന്ത്യ രാജ്യത്തെ ഹിന്ദുസ്ഥാനാക്കണം. ഇതാണിപ്പോ രാഷ്ട്രീയമായി നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിരോധമുണ്ടാക്കുന്ന ചർച്ചകൾ. ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? ഏകോദര സഹോദരന്മാരെ പോലെ നാട്ടിൻപുറങ്ങളിലെ സമ്പത്തും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം പരസ്പരം പങ്കുവച്ചും ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെ ആകെ തന്നെ പരിഹസിക്കുന്ന തരത്തിൽ ആസൂത്രിതമായ ചില നീക്കങ്ങൾ രാജ്യത്തുണ്ടാകുന്നത് എന്റെയും നിങ്ങളുടെയും വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ ഇവിടെ ചില ശ്രമം നടക്കുകയാണ്. ചെറുപ്പക്കാരിപ്പോ തൊഴിലായ്മയുടെ വലിയ പ്രശ്നം അനുഭവിക്കുകയാണ്. പെൺകുട്ടികളും സ്ത്രീകൾക്കെതിരെ രൂക്ഷമായ അതിക്രമം നടക്കുകയാണ്. കാർഷിക മേഖല ആകെ തന്നെ വികലമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണ സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് കർഷക ദ്രോഹ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യരുടെ അധ്വാനത്തിന് വില കൽപ്പിക്കാതെ അവർക്ക് ക്ഷേമപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പകരം കുത്തക കോർപ്പറേറ്റ് മുതലാളിമാരെ സഹായിക്കുന്ന നയം സ്വീകരിക്കുന്നു. അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകരാജ്യങ്ങളിൽ ദാരിദ്ര്യ പട്ടികയിൽ ഇന്ത്യ 107ാം സ്ഥാനത്തേക്ക് മാറി. അവിടെ എത്തി നിൽക്കുകയാണ്. ഗ്രാമീണ മേഖല തൊഴിലില്ല. തൊഴിലില്ലായ്മ വർദ്ധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം തൊഴിലുറപ്പ് പദ്ധതിയാകെ അട്ടിമറിക്കപ്പെട്ട പാവങ്ങളുടെ വീടുകളിൽ വരുന്ന ചെറിയ വരുമാനങ്ങൾ ഇല്ലാതാക്കുന്നു. അഭ്യസ്തരായ ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അഭ്യസ്തരായ ചെറുപ്പക്കാർ തൊഴിൽ അന്വേഷകരായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും മതനിരപേക്ഷതയും സംസ്ഥാനവും രാജ്യവും തമ്മിലുള്ള ഫെഡറൽ സംവിധാനത്തെ ആകെ അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അതിരൂക്ഷമായ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ, രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാൻ നാം ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി ഇത്തരം ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തേണ്ട ആവശ്യകതയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ കേരളം വേറിട്ടൊരു നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷം രണ്ടാമതും ഭരണത്തിലിരിക്കുന്ന ഈ ഘട്ടത്തിൽ പാവപ്പെട്ട മനുഷ്യരെ, സാധാരണക്കാരായ ആളുകളെ, കർഷകരെ, തൊഴിലാളികളെ, വിധവകൾ, വികലാംഗർ, പാവപ്പെട്ടവർ ഇവരെല്ലാം കൈപിടിച്ചുയർത്തുന്ന ഒരു ഭരണം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പാതയോരങ്ങളും അതുപോലെ തന്നെ പാലങ്ങളും പൊതുവികസനവും നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനമായി ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ കേരളം വളരെ മാതൃകയായി വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുന്നു. അതെല്ലാം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെയൊക്കെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ആകെ തന്നെ പിടിമുറക്കാൻ BJP ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്തിലെ ഗവൺമെന്റ് പല ആളുകളെയും കേരളത്തിലേക്ക് ഗവർണർമാരുടെ രൂപത്തിൽ അയച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ രാജ്യത്ത് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കാൻ ബോധപൂർവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില അക്രമങ്ങൾക്കെതിരായി സംഘടിതമായി പോരാട്ടം നടത്തണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും യുവജന പ്രസ്ഥാനത്തിനും ശക്തമായ വേരോട്ടം ഉണ്ടാവണം. നിങ്ങളെല്ലാം തന്നെ കാണിച്ചു കൊടുത്ത പാതയിലൂടെ നമ്മുടെ പുതിയ തലമുറ വളർന്നു വരണമെങ്കിൽ, അവർക്ക് ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉയർന്നേ മതിയാകും. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് വരാനിരിക്കുന്ന നിരവധിയായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഉൾപ്പെടെ നമുക്ക് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ശരിയുടെ പക്ഷത്തു നിന്ന് പ്രവർത്തിക്കാൻ നിരവധി ആളുകളെ ഈ പ്രസ്ഥാനത്തോടൊപ്പം അടുപ്പിക്കണമെങ്കിൽ പ്രാദേശിക തലങ്ങളിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാവണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ കഴിയണം. ഇത് നമുക്ക് വളരെ മാതൃകാപരമായിട്ടാണ് ഓഫീസിന്റെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ
നമ്മുടെ പ്രദേശത്ത് ദീർഘകാലമായി സംഘടനയോടെ പിന്നിരുന്ന സഖാവ് കൃഷ്ണൻ, അദ്ദേഹം 2 വൃക്കകളും നഷ്ടപ്പെട്ട് ചില ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചികിത്സ ചെലവുമായി വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് കാരാകുറിശി പഞ്ചായത്ത് നല്ല നിലയിലാണ് യൂത്ത് ക്ലബ്ബുകളും യുവജന സംഘടനകളും വ്യക്തികളുമെല്ലാം സഹായിച്ചുകൊണ്ട് സഖാവിനെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക. ആ കൂട്ടത്തിലാണ് നിങ്ങളും ഇതിന്റെ ഭാഗമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബിരിയാണി ചലഞ്ചിലൂടെ വലിയ ഒരു സംഖ്യ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമാണ്. അത് ചെയ്യാനുള്ള മനസ്സും കരുത്തും നേതൃത്വവും പുതിയ തലമുറയ്ക്ക് ഉണ്ടാവണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേരം നെറിയോടൊപ്പം നിൽക്കാൻ, ആളുകളെ പ്രചോദിപ്പിക്കാൻ, സംഘടന ശക്തിപ്പെടുത്താൻ, അവരെ കൂട്ടായ്മയിൽ നയിക്കാൻ ഈ കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായി പ്രിയപ്പെട്ട സഖാക്കൾ വളരെ ആനുകാലികമായി ഉള്ള വിഷയങ്ങൾ ഉൾപ്പെടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എന്താണ് ആവശ്യം അത് കണ്ടെത്തിക്കൊണ്ട് ഇത്തരമൊരു സംരംഭം അല്ലെങ്കിൽ ഓഫീസ് തുടങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിച്ച പാർട്ടിയെ ഉൾപ്പെടെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ ഓഫീസിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം സഖാവ് കൃഷ്ണനെ അവർക്ക് കൊടുക്കുന്ന ധനസഹായ വിതരണത്തിന്റെ സ്വീകരണവും പ്രിയപ്പെട്ട നമ്മുടെ മുതിർന്ന സഖാക്കളെ ആദരിക്കുന്ന ചടങ്ങിൽ സന്തോഷത്തോടെ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം. ഇനി ആദരണാണ്. ആദ്യം CP അസീസ് ഖാൻ. ചാമി പുളിയങ്കോട്. ചാമിട്ടും വരും. അബ്ബാസ് ക കോൽക്കാട്ട്. മാനുപ്പുക PP. കണ്ടൻ പുളിയങ്കോട്. കണ്ടേട്ടൻ. ലേശം കിട്ടുന്ന കുഞ്ഞും പുളിയങ്കോട്. കുഞ്ഞേട്ടനെവിടെ? ഈരക്കുട്ടി പുളിയങ്കോട്. ഈരക്കുട്ടിയായിട്ട് വരും. രാജ്യത്തും പാറയും. കുട്ടേട്ടൻ കല്ലഞ്ചോല. ഹമീദ് ക PP. ഹംസക്ക KK.
ഹംസക്ക ചാമി ഒറോക്കോട്ടി ചാമിട്ടം വരും. മുത്തുമുട്ടേട്ടെ ഇനി കൂടുതൽ നമ്മളെ സഹായിക്കാൻ പോവാ. മോമാലിക്ക മാതേങ്ങാട്ടി പനമ്പേൽ പറമ്പിൽ രാഘവേട്ടൻ മാത്രം പോയില്ലേ? പാലേട്ടൻ ഉറവക്കോട് പാലേട്ടൻ നമ്മുടെ ഈ പ്രദേശത്തെ യുവാക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്കുള്ളൊരു യൂത്ത് സെന്റർ എന്നുള്ളത്. ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ യൂത്ത് സെന്ററിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി അവർ, അധ്യക്ഷൻ സഖാവ് M കൃഷ്ണദാസൻ മാഷ്, സ്വാഗതം പറഞ്ഞ DYFI മലമ്പുഴ യൂണിറ്റ് സെക്രട്ടറി റമീസ്, അതുപോലെ മുതിർന്ന സഖാക്കൾ, നമ്മുടെ ഈ സ്നേഹാദരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ വേദിയിൽ എത്തപ്പെട്ട മുതിർന്ന നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ പ്രദേശത്തെ പാർട്ടിയുടെ എല്ലാമായിരുന്ന സഖാക്കൾ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.